ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വേരിയേഷൻ്റെ പാർട്ട് 2 ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ലൂപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ച്, ഇതിനെ പെക്കിനി സ്റ്റിച്ച് എന്ന് പറയും. ലൂപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നത് ഒരു സിമ്പിൾ റണ്ണിങ് സ്റ്റിച്ചിനെ കൂടുതൽ ഡെക്കറേറ്റീവ് ആക്കാനുള്ള ഒരു വേരിയേഷൻ സ്റ്റിച്ചാണ്. അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി, ബോർഡർ, ഔട്ട്ലൈൻ ഇവയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഈ പെക്കിനി സ്റ്റിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ സാധാരണ ഒരു സിമ്പിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വേറൊരു കളർ ത്രെഡ് ഉപയോഗിച്ച് ആ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ ലൂപ്പ് പോലെ ഇട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് അതായത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ആ ഒരു സ്റ്റിച്ചില്ലേ, അതിൻ്റെ മുകളിൽ നിന്നോ താഴെ നിന്നോ സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് പാസ് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മളത് തിരിച്ചെടുക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ സൂചി കടത്തി വിട്ടതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ആ ത്രെഡ് നമ്മൾ പാസ് ചെയ്തെടുക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് നാലാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കടത്തിവിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആ ത്രെഡ് പാസ് ചെയ്തെടുത്ത് വരുന്നു. ഇങ്ങനെ ഈ പ്രോസസ്സ് അതിൻ്റെ അവസാനം വരെ കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ ലൂപ്പ് പോലെ ഇട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുക്കരുത്. അങ്ങനെ ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പ് ക്രിയേറ്റ് ആയി വരില്ല. കുറച്ച് ലൂസാക്കി ഒരു ലൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മറ്റേ കൈ കൊണ്ട് അമർത്തി പിടിക്കണം. അല്ലെങ്കിൽ ത്രെഡ് നമ്മൾ വലിക്കുമ്പം ടൈറ്റായി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലൂപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ത്രെഡ് എടുക്കുന്ന സമയത്ത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതിനെ വീവ് ചെയ്യുന്ന സമയത്തും രണ്ടും രണ്ട് കളറാകാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് ആ ഡിസൈന് കൂടുതൽ ഹൈലൈറ്റ് ആയി കാണുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നീഡിൽ ഫാബ്രിക്കിൽ കുത്താതെ വേണം റണ്ണിങ് സ്റ്റിച്ചിന് അടിയിൽ നിന്ന് ത്രെഡ് പാസ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റിച്ചിനും താഴെ കൂടി ഇങ്ങനെ കടത്തിപ്പോകണം. എല്ലായ്പ്പോഴും ഒരേ ഡയറക്ഷൻ ആകാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അൺഈവൻ ആകാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു ഡിസൈൻ നമുക്ക് ദുപ്പട്ട ബോർഡർ, സാരി ബോർഡർ, അതുപോലെ തന്നെ നെക്ക് ലൈൻ്റെ ആ ഒരു ഭാഗം, അതുപോലെ തന്നെ സ്ലീവിൻ്റെ ബോട്ടം ലൈന്, ഇതിലൊക്കെ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ചെയ്യുന്നതാണ് എസ്കിമോ എഡ്ജിങ് സ്റ്റിച്ച്. ഇത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേറൊരു ഡെക്കറേറ്റീവ് എഡ്ജിങ് വേരിയേഷനാണ്. സാധാരണ റണ്ണിങ് സ്റ്റിച്ചിനെ ഉപയോഗിച്ച് ബോർഡർ തിക്ക് സ്റ്റൈലിഷ് ലുക്ക് കിട്ടാൻ വേണ്ടി ഈ ടെക്നിക്ക് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ബേസും എന്ന് പറയുന്നതും റണ്ണിങ് സ്റ്റിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കളർ ത്രെഡ് അല്ലാതെ വേറൊരു കളർ ത്രെഡ് എടുക്കുക. അതിനുശേഷം റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു 1/2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ താഴെ, അതായത് സ്റ്റിച്ചിൻ്റെ ആ ഗ്യാപ്പ് വരുന്നതിൻ്റെ നേരെ താഴെ, അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ സൂചി കുത്തിയെടുക്കുന്നു. എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ടിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ വീണ്ടും നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് ലൈനിലെ അതിലേക്ക് കുത്തിയിറക്കുന്നു. വീണ്ടും 2ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള ആ ഗ്യാപ്പിൽ സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നീഡിൽ പാസ് ചെയ്ത് കൊണ്ടുവന്ന് മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ സൂചി കടത്തിയെടുത്ത് സെൻറ്ററിൽ കുത്തിയെടുക്കുന്നു. ഇവിടെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ 2 സ്റ്റിച്ചുകളെ, അതായത് 2 സ്റ്റിച്ച് ലൂപ്പ് ഉണ്ടല്ലോ, അതിനെ ലോക്ക് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു സ്റ്റിച്ച് ഉള്ളത്. ഇതുപോലെ അവസാനം വരെ ചെയ്യുക. സാധാരണയായി ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് ബോർഡറുകളിലേക്ക് ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ദുപ്പട്ടയുടെ എഡ്ജ്, ബോർഡർ, നെക്ക് ലൈൻ അവിടെയൊക്കെ സൂപ്പറായിട്ട് തന്നെ ഈ ഒരു സ്റ്റിച്ച് സ്യൂട്ട് ആവുന്നതാണ്. ഇവിടെയും വേറെ വേറെ കളർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡിസൈനെ അട്രാക്റ്റീവായിട്ട്, അല്ലെങ്കിൽ അതായത് നമ്മളിങ്ങനെ എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. ഇനി നമ്മൾ പഠിക്കുന്നതാണ് പാരലൽ റണ്ണിങ് സ്റ്റിച്ച്. ഇത് ബിഗിനേഴ്സിന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്റ്റിച്ചാണ്. ആദ്യം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റിച്ച് ലെങ്ത് കൺസിസ്റ്റൻറ്റും ആകണം. അതിനുശേഷം ഈ ഒരു സ്റ്റിച്ചിന് 1 സെൻറ്റിമീറ്റർ താഴെ വീണ്ടും ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലൈനോട് പാരലലായിട്ട് വേണം ഇവിടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് സെയിം സ്പേസിങ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അതേ ഗ്യാപ്പും അതേ സ്റ്റിച്ച് ലെങ്തും മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് തന്നെയാണ് സ്റ്റിച്ചിൻ്റെ ബ്യൂട്ടി. ഇതുപോലെ തന്നെ 3ഉം 4ഉം സ്റ്റെപ്പൊക്കെ ചെയ്യാം. ആ സമയത്ത് മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ഹൈലൈറ്റ് ആയിട്ട് തന്നെ കാണിക്കും. ഡ്രസ്സിൻ്റെ ബോർഡറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിച്ച് അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് ഈ പാരലൽ ലൈനെ ഡെക്കറേറ്റീവ് ആക്കാം. അതിനായിട്ട് വേറൊരു കളർ ത്രെഡ് എടുക്കുക. ഇനി നമുക്ക് പാരലൽ ലൈൻ വീവ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒന്നെങ്കിൽ ആദ്യത്തെ ലൈനിൻ്റെ മേലെ നിന്നോ അല്ലെങ്കിൽ രണ്ടാമത്തെ ലൈനിൻ്റെ താഴെ നിന്നോ സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് ഇനി ക്ലോത്തിൽ തട്ടാതെ നമുക്ക് ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ സിക്സാഗ് പോലെ അല്ലെങ്കിൽ ഒരു കർവ് രീതിയിൽ വീവ് ചെയ്തെടുക്കാം.
വീവി ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് വലിച്ചു കൊടുക്കരുത്, ചെറിയൊരു ലൂസ് ഇടണം. എന്നാലാണ് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരുപാട് ടൈറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് പാരലൽ റണ്ണിങ് സ്റ്റിച്ച് നോക്കാം. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിനും 2 പാരലൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരേ ഗ്യാപ്പിൽ സ്റ്റിച്ച് ലെങ്തും ഒരുപോലെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരേ രീതിയിൽ തന്നെ വരണം. ഇവിടെ വീവ് ചെയ്യുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പാരലൽ ലൈൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് വീവ് ചെയ്ത് തുടങ്ങാം. അതിന് വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ആ സ്റ്റിച്ച് ലൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് മേലെ നിന്ന് സൂചി ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം ആദ്യത്തെ ലൂപ്പിൽ നിന്നും രണ്ടാമത്തെ ലൈനിലെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആ ആദ്യത്തെ ലൂപ്പിലേക്ക് ഇതുപോലെ സൂചി കടത്തി വിടുക. എന്നിട്ട് ഫസ്റ്റത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വീണ്ടും ആ ത്രെഡ് തിരിച്ചെടുക്കുക. രണ്ടാമത്തെ ലൈനിലെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ സൂചി കടത്തുന്നില്ല. അതിനുശേഷം റണ്ണിങ് സ്റ്റിച്ചിലെ രണ്ടാമത്തെ സ്റ്റിച്ച് ലൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടുക. അതിന് പാരലായി സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വീണ്ടും കടത്തിവിട്ടതിന് ശേഷം നേരെ റിവേഴ്സ് അടിക്കുക. റിവേഴ്സ് അടിക്കുമ്പോൾ ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ഇങ്ങനെ ഈ പാരലൈൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഇവിടെയും നീഡിൽ ക്ലോത്തിൽ കുത്തേണ്ട ആവശ്യമില്ല, വീവ് ചെയ്തെടുത്താൽ മതി. ഇതൊരു ഡെക്കറേഷൻ സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ച് ബോർഡറൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ച് വരുന്നത് ബട്ടൺ ഹോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റിച്ചിൻ്റെ ഷേപ്പാണ് ഇതിൽ കിട്ടുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചാണ് സ്റ്റെപ്പഡ് റണ്ണിങ് സ്റ്റിച്ച്. ഇതും ഒരു സിമ്പിൾ സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിനായി ആദ്യം തന്നെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ 1 സെൻറ്റിമീറ്റർ താഴെയായിട്ട് വീണ്ടും ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ നമ്മൾ പാരലായിട്ടാണ് ചെയ്തതെങ്കിൽ ഇവിടെ ആ ഗ്യാപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വേണം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് അൺഈവൻ ആയിട്ട് വേണം സ്റ്റിച്ച് വരാൻ. ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ചെയ്ത് വരുന്നതാണ് സ്റ്റെപ്പഡ് റണ്ണിങ് സ്റ്റിച്ച്. ഇതുപോലെ മൾട്ടി കളർ ത്രെഡ് ഉപയോഗിച്ച് 3-4 സ്റ്റെപ്പ് ചെയ്ത് നമുക്ക് ബോർഡേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വീവ് ചെയ്തെടുത്താലോ? അതിനായിട്ട് വേറൊരു കളർ ത്രെഡ് എടുക്കുക. സെക്കൻഡ് ലൈനിൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് ലൂപ്പിൻ്റെ കുറച്ച് താഴെ നിന്ന് നീഡിൽ കുത്തിയെടുക്കുന്നു. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ വീവ് ചെയ്യൽ ആരംഭിക്കുന്നത്. അതിനായിട്ട് ആദ്യം നീഡിൽ കുത്തിയതിൻ്റെ അവിടെയുള്ള ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കടത്തി ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുന്നു. അവിടെ നിന്ന് വീണ്ടും സെക്കൻഡ് ലൂപ്പ്, അവിടെ നിന്ന് താഴത്തെ ലൈനിലെ ഫസ്റ്റ് ലൂപ്പിലേക്ക് കടത്തി വിടുന്നു. ഈ ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ സിക്സാഗ് പോലെ വീവ് ചെയ്തെടുക്കുന്നു. ഈ വീവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവിടെ ഡയമണ്ട് ഷേപ്പിൽ കിട്ടും. അതുകൊണ്ട് ഇതിനെ ഡയമണ്ട് വൂവൻ പാറ്റേൺ എന്നും പറയും. ബോർഡേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഈ സ്റ്റിച്ച് ഉപയോഗിക്കും. ഇനി നമ്മൾ പഠിക്കുന്നതാണ് ട്വിസ്റ്റഡ് സ്റ്റെപ്പഡ് റണ്ണിങ് സ്റ്റിച്ച്. അതിനായിട്ട് 2 പാരലൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ലൈനിൽ ആ ആദ്യത്തെ ലൈനിൻ്റെ ഗ്യാപ്പിൻ്റെ താഴെയായിട്ട് വേണം സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു കളർ ത്രെഡ് എടുക്കുക. ഇനി ഈ ത്രെഡ് ഉപയോഗിച്ച് ചെയ്ത് വെച്ച സ്റ്റിച്ചിലൂടെ നമുക്ക് വീവ് ചെയ്തെടുക്കണം. വീവ് ചെയ്തെടുക്കുന്നതിനായിട്ട് ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴേന്ന് സൂചി ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ സൂചി കടത്തിയെടുക്കുന്നു. കടത്തിയെടുക്കുമ്പോൾ മേലെ നിന്ന് താഴേക്ക് വേണം കടത്തിയെടുക്കാൻ വേണ്ടി. അതിനുശേഷം താഴത്തെ ലൈനിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് സൂചി ഇതുപോലെ കടത്തിയെടുക്കുക. ഇങ്ങനെ ട്വിസ്റ്റഡ് രീതിയിൽ കടത്തി വിട്ടിട്ടാണ് നമ്മൾ ഇതിനെ വീവ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ട്വിസ്റ്റഡ് രീതിയിൽ വീവ് ചെയ്ത് ആ ലൈൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ട്വിസ്റ്റഡ് റോപ്പ് എഫക്റ്റ് കിട്ടും. കോൺട്രാസ്റ്റ് കളർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. വീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈറ്റാക്കി വലിക്കരുത്, ലൂസാക്കി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. എന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത